السلام عليكم ورحمة الله وبركاته. بسم الله وأصحابه وأتباعه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ നോമ്പും നമ്മുടെ സർവ്വ ഇബാദത്തുകളും പരിപൂർണമായി ഖബൂലാക്കട്ടെ. അല്ലാഹുവിന്റെ വിശാലമായ മഗ്ഫിറത്ത് അവന്റെ അടിമകൾക്ക് ഒരുക്കി വയ്ക്കുന്ന ഈ മഗ്ഫിറത്തിന്റെ വത്ത് അല്ലാഹു നമ്മുടെ പാപങ്ങളെല്ലാം പരിപൂർണമായി മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ, ഗുരുനാഥന്മാരുടെ, നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരുടെയും പാപങ്ങൾ പടച്ചവൻ പരിപൂർണമായി മാപ്പാക്കട്ടെ. നമ്മുടെ നാട്ടിലും ലോകത്താകമാനവും അല്ലാഹു എല്ലാവിധ സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രയാസകരമായ വാർത്തകൾ, ആത്മാർത്ഥമായി നമ്മൾ കൂട്ടമായി ഒറ്റയ്ക്കൊക്കെ ദുആ ചെയ്യേണ്ട സങ്കീർണമായ അവസ്ഥയാണ്. അല്ലാഹു തആല എത്രയും വേഗം ജനജീവിതം സാധാരണഗതിയിലാക്കുമാറാകട്ടെ. എല്ലായിടത്തും അല്ലാഹു എല്ലാവിധ സമാധാനവും യുദ്ധത്തിന്റെ എല്ലാ കെടുതികളിൽ നിന്നുള്ള മോചനവും പടച്ചവൻ നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലുണ്ട്, ഇന്ന ഖുലൂബൽ മുലൂകി ബൈന ഇസ്ബഈൻ മിൻ അസാബിഇർ റഹ്മാൻ. ഏതൊരു രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ ഏതൊരു മനുഷ്യന്റെയും ഖൽബ് അല്ലാഹുവിന്റെ രണ്ട് വിരലുകളുടെ ഇടയിലാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് വിരലുകളില്ല, പക്ഷെ അവിടെ സാങ്കല്പികമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അഥവാ അല്ലാഹുവിന്റെ പരിപൂർണമായ നിയന്ത്രണത്തിലാണ്. യുഖല്ലിബുഹു കൈഫ യശാ, അവൻ ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കും. അപ്പോ രാജാക്കന്മാരുടെ ഖൽബിൽ തോന്നുന്നതും അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലുള്ളതാണത്. അപ്പൊ അല്ലാഹു തആല അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കണം. അപ്പൊ നമ്മൾ രാജാക്കന്മാരോട്, ഭരണകർത്താക്കളോട് അഭ്യർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ വിനയാന്വിതരായി നമ്മൾ അള്ളാഹുവിനോട് ഭയഭക്തിയോടുകൂടി ദുആ ചെയ്യേണ്ട ഘട്ടമാണ്. അള്ളാഹു എല്ലായിടങ്ങളിലും എല്ലാവിധ സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ സുന്നത്ത് നിസ്കാരത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തു വരുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്, ഇസ്തിഖാറത്ത് എന്ന് പറയുന്ന ഒരു സുന്നത്ത് നിസ്കാരമുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇസ്തിഖാറ, ഖൈറിനെ തേടിക്കൊണ്ടുള്ള നിസ്കാരം. വളരെ പ്രബലമായ ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു നിസ്കാരമാണ് ഇസ്തിഖാറത്ത് നിസ്കാരം. അഥവാ നമ്മളിപ്പോ സ്വാഭാവികമായും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിക്കും. ആ തീരുമാനിക്കുന്ന കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. പടച്ചവനെ, ഈ ഇറങ്ങിത്തിരിക്കുന്ന വഴി ഖൈറായിരിക്കോ, ലാഭമായിരിക്കോ, നഷ്ടമായിരിക്കോ, എനിക്ക് ഖൈറായിരിക്കോ, ഷർറായിരിക്കോ? കാരണം നമുക്ക് ഒരു കാര്യത്തിലുള്ള ഖൈറും ഒരു കാര്യത്തിലുള്ള ഷർറും നമുക്കറിയാൻ കഴിയില്ല. കാരണം നമ്മൾ ബലഹീനരാണ്. നമുക്കതിനു വേണ്ടിയുള്ള ദീർഘവീക്ഷണങ്ങളോ മറഞ്ഞ കാര്യങ്ങൾ അറിയാനുള്ള കഴിവൊന്നും നമുക്കില്ല. എല്ലാം അറിയുന്നവൻ അല്ലാഹുവാണ്, അല്ലെ? അല്ലാഹു തആലയാണ് മാ ലഹറ വമാ ബത്തൻ. എല്ലാ ബാഹ്യവും എല്ലാ ആന്തരികവും അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അപ്പോ ഞാനൊരു കാര്യം തീരുമാനിച്ച്, എനിക്ക് ജീവിതത്തിൽ ആവശ്യമായ ഒരു കാര്യം, ഒരു പുതിയ ജോലി വന്നു, ആ ജോലിയിൽ എനിക്കിപ്പോൾ ഞാൻ അതിൽ കടക്കണമോ, ജോലിയിൽ പ്രവേശിക്കണമോ വേണ്ടയോ? അല്ലെങ്കിൽ എൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി ഒരു ആലോചന വന്നു, ഞാനത് നടത്തണോ വേണ്ടേ? അല്ലെങ്കിൽ നമ്മളെ മക്കൾ പഠന വഴികളിൽ ഇറങ്ങുമ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് അത് പഠിക്കണോ വേണ്ടേ? ഒരു വീട് വെക്കുന്നു, ഒരു വസ്തു വാങ്ങുന്നു, നമ്മൾ വിദേശ യാത്ര പോകുന്നു. ഇങ്ങനെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നമുക്കൊരു ആശങ്കയുണ്ടാകും, പടച്ചവനെ ഇത് വിജയിക്കോ ഇല്ലേ? ശരിയല്ലേ? ഒരു ബിസിനസ് നടത്തുന്നു, ഇതിൽ ഇറങ്ങി തിരിച്ചാൽ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ ഇല്ലേ?
ഇത് നമുക്ക് എല്ലാവർക്കും സാധാരണ മനുഷ്യർക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. ഇവിടെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്ന് ഖൈറിനെ തേടിക്കൊണ്ട്, അതല്ലെങ്കിൽ ഞാൻ ഇറങ്ങിത്തിരിക്കുന്ന വഴി ഖൈറാണെന്ന് എനിക്ക് മനസ്സിലാകുന്ന രൂപത്തില് അള്ളാഹുവിന്റെ സഹായം കിട്ടാനുള്ള ഒരു വഴിയാണ് എന്ത് നിസ്കാരം? ഇസ്തിഖാറത്ത് നിസ്കാരം. സഹീഹുൽ ബുഖാരി, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ, ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅല്ലിമുനൽ ഇസ്തിഖാറത ഫിൽ ഉമൂരി കുല്ലിഹാ, എല്ലാ കാര്യത്തിലും ഇസ്തിഖാറത്ത് ഖൈറിനെ തേടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിക്കുമായിരുന്നു. നിങ്ങൾ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും അതിൽ അള്ളാഹുവിന്റെ ഖൈറിനെ തേടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് നിസ്കരിച്ച് ദുആ ചെയ്യണമെന്ന് നബി തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. കമാ യുഅല്ലിമുന സൂറത്ത മിനൽ ഖുർആൻ, ഖുർആനിലുള്ള ഒരു സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇറക്കി കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ ഓരോ അധ്യായങ്ങളും എത്ര പ്രാധാന്യത്തോടെയാണോ, എത്ര ഗൗരവത്തോടെയാണോ തങ്ങൾ സഹാബത്തിന് പഠിപ്പിച്ചത്, അതേ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും ഇസ്തിഖാറത്തിന്റെ വിഷയം പഠിപ്പിച്ചിരുന്നു. എന്നിട്ട് നബി തങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു, ഇദാ അമ്മ അഹദുക്കും ബിൽ അംർ, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ, നമ്മൾ നേരത്തെ ഉദാഹരണം പറഞ്ഞതുപോലെ വിവാഹത്തിന്റെ കാര്യമാകട്ടെ, ജോലിയുടെ കാര്യമാകട്ടെ, ഏതൊരു കാര്യവും നിങ്ങൾ മനസ്സിൽ ആലോചിച്ചാൽ അവൻ 2 റക്അത്ത് നിസ്കരിച്ചു കൊള്ളട്ടെ. ഹദീസാണ്, സഹീഹുൽ ബുഖാരിയാണ്. ഫർളല്ലാത്ത 2 റക്അത്ത്, അപ്പൊ പ്രത്യേകമായ ഒരു സുന്നത്താണ്. അങ്ങനെ 2 റക്അത്ത് അവൻ നിസ്കരിച്ചിട്ട് അവൻ പറഞ്ഞുകൊള്ളട്ടെ, اللهم إني أستخيرك بعلمك وأستقدرك بقدرتك وأسألك من فضلك العظيم فإنك تقدر ولا أقدر وتعلم ولا أعلم وأنت علام الغيوب. ഒരു ദുആയും കൂടി നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് ആ ദുആയും കൂടി ചൊല്ലാൻ വേണ്ടി പറഞ്ഞെന്താണ്, അല്ലാഹുവേ ഇന്നി അസ്തഖീറുക ബിഇൽമിക, ഞാൻ നിന്റെ ഇൽമു കൊണ്ട് നിന്നോട് ഖൈറിനെ തേടുന്നു. അഥവാ എനിക്കൊരു അറിവുമില്ല, എല്ലാ കാര്യത്തിലുള്ള ഖൈറും ഷർറും അറിയുന്നവൻ നീയാണ്. വഅസ്തഖ്ദിറുക ബിഖുദ്റതിക, നിന്റെ കഴിവ് കൊണ്ട് ഞാൻ നിന്നോട് കഴിവിനെ തേടുന്നു. വഅസ്അലുക മിൻ ഫദ്ലിക, നിന്റെ ഔദാര്യത്തെ ഞാൻ ചോദിക്കുന്നു. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിറു, എല്ലാത്തിനും കഴിയുന്നവൻ നീയാണ്, കഴിവുള്ളവൻ നീയാണല്ലാഹ്, എനിക്കൊരു കഴിവുമില്ല. വലാ തഅലമു വലാ അഅലമു, എല്ലാം അറിയുന്നവൻ നീയാണ്, ഞാനൊന്നും അറിയുന്നില്ല. വഅന്ത അല്ലാമുൽ ഗുയൂബ്, എല്ലാ അദൃശ്യമായതും അറിയുന്നവൻ നീയാണ്. എന്നിട്ട് അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്ന ഹാദൽ അംറ ഖൈറുൻ ലീ ഫീ ദീനി വ മആശി വ ആഖിബത്തി അംരി, അല്ലാഹുവേ ഞാൻ ഈ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഞാൻ ഈ തീരുമാനമെടുത്ത കാര്യം എന്റെ ദീനിലും എന്റെ ദുനിയാവിലും എന്റെ ആഖിറത്തിലും ഖൈറാണെങ്കിൽ, അവിടെയാണ് 3 ഞാൻ എടുക്കുന്ന തീരുമാനം നിന്റെ ദീനിലും കോട്ടം വരാൻ പാടില്ല, അതുകൊണ്ട് ദുനിയാവിന്റെ ജീവിതത്തിലും പരാജയം വരാൻ പാടില്ല, ആഖിറത്തിലും പരാജയപ്പെടാൻ പാടില്ല. ചില കാര്യങ്ങൾ ദുനിയാവിൽ നമുക്ക് ഓക്കെ ആയിരിക്കും, അതുകൊണ്ട് പരലോകം നഷ്ടപ്പെടും, അല്ലെ? ചില കാര്യങ്ങള് നമുക്ക് പരലോകത്ത് ഗുണമുള്ളത് തന്നെയായിരിക്കും, പക്ഷെ ദുനിയാവിൽ നമുക്ക് പ്രയാസമായിരിക്കും. ചില ആളുകൾക്ക് അതുകൊണ്ട് ദുനിയാവ് കിട്ടും, ദുനിയാവിൽ ഉന്നതമായ അവസ്ഥയാകും, പക്ഷെ അതുകൊണ്ട് എന്ത് പോകും? അവന്റെ ദീന് നഷ്ടപ്പെടും. അതാണ് ഇപ്പൊ ഒരാൾ 5 വക്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള്, അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ജോലി കിട്ടി, ആ ജോലിയിൽ എന്ത് ചെയ്യാൻ പറ്റൂല, അവന് നിസ്കാരം നിലനിർത്താൻ പറ്റൂല. അപ്പൊ അവന് ദുനിയാവിന്റെ കാര്യത്തിൽ അത് ഖൈറാണെന്ന് പറയാം, പക്ഷെ ദീനിന്റെ കാര്യത്തിൽ അത് ഖൈറല്ല. അപ്പോ ഞാൻ ഈ എടുത്ത തീരുമാനം എന്റെ ദീനിലും എന്റെ ദുനിയാവിലും ആഖിറത്തിലും ഖൈറാണെങ്കിൽ എനിക്കത് നീ സാധ്യമാക്കി തരണേ, എനിക്കത് നീ എളുപ്പമാക്കി തരണമേ, എന്നിട്ട് നീ എനിക്കത് ബറക്കത്ത് തരണമേ. وإن كنت تعلم أن هذا شر لي في ديني ومعاشي وعاقبة أمري, ഈ കാര്യം എനിക്ക് ദീനിലോ എന്റെ ദുനിയാവിലോ ആഖിറത്തിലോ ഷർറാണെങ്കിൽ
ഫസ്രിഫുഹു അന്നി, അത് നീ എന്നെ തൊട്ട് മാറ്റി തരണേ അല്ലാഹ്. വസ്രിഫ്നി അൻഹു, എന്നെ തൊട്ട് അതിനെ മാറ്റുകയും അതിനെ തൊട്ട് എന്നെ മാറ്റുകയും ചെയ്യണമേ. വഖ്ദിർ ലിൽ ഖൈറാത്ത് ഹൈസു കാന, എവിടെയാണെങ്കിലും ഖൈർ എനിക്ക് ഏതാണോ അതിനെ നീ എനിക്ക് എത്തിച്ചു തരണേ അല്ലാഹ്. സുമ്മ റദ്ദിനി ബിഹി, പിന്നെ എന്നെ അതുകൊണ്ട് നീ തൃപ്തിപ്പെടുത്തേണമേ, എനിക്ക് തൃപ്തി നൽകുകയും ചെയ്യണമേ. പല കാര്യങ്ങളും നമ്മൾ ഹൈറാണെന്ന് കണ്ടിട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഹൈറായിരിക്കണമെന്നില്ല. അപ്പോൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ട് അള്ളാഹു ആ വഴി, ഒരാളിന് ഇത്രയും നീണ്ട ദുആ പഠിക്കാൻ പറ്റിയില്ല, അവരെന്ത് ചെയ്താൽ മതി? ഇതിന്റെ ആശയം അവർ മലയാളത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി. ഇപ്പൊ കാര്യം എന്താണെന്ന് മനസ്സിലായല്ലോ. എനിക്കൊരു അറിവുമില്ല, എനിക്കൊരു കഴിവുമില്ല, ഏത് കാര്യത്തിലെ ഹൈറും ഷറും എനിക്കറിയാൻ കഴിയില്ല റബ്ബേ, എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചു. നീ ഈ കാര്യം ഹൈറാണെങ്കിൽ നീ എന്നിലേക്ക് അടുപ്പിച്ചു തരണേ, ഷറാണെങ്കിൽ നീ എന്നെ ഇതിൽ നിന്ന് മാറ്റി തരണേ. നിസ്കരിച്ചിട്ട് റബ്ബിനോട് ദുആ ചെയ്യാം. അപ്പോൾ ഉലമാക്കൾ പറയുകയാണ്, ഈ 2 റക്അത്ത് അവൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതില് അവൻ ദുആ ചെയ്യുകയും ഈ 2 റക്അത്തിൽ ഓതേണ്ടത് സൂറത്തുൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്, അതുപോലെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ശേഷം റബ്ബുക യഖ്ലുഖു മാ യശാഉ വ യഖ്താർ എന്നൊരായത്തുണ്ട്. അറിയാവുന്നവരാണെങ്കിൽ ആ ആയത്ത് ഓതുക. പിന്നെ അതിനുശേഷം അവന് കഴിയുന്ന നിലയിലൊക്കെ റബ്ബിനോട് ദുആ ചെയ്യുക. ചില പണ്ഡിതന്മാർ പറയുന്നു, ഒരാളിന് പെട്ടെന്നൊരു കാര്യം ആലോചിച്ച് തീരുമാനിക്കുന്നു, അതിൽ പെട്ടെന്ന് അവന് നിസ്കരിക്കാനുള്ള സമയം കിട്ടിയില്ല, സൗകര്യം കിട്ടിയില്ല, എന്നാൽ അവൻ എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് ഖൈറിനെ തേടിക്കൊണ്ടവൻ ദുആ ചെയ്യണം. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷം, ദുആക്ക് ശേഷം അലം നശ്റഹ് ലക സദ്റക എന്ന സൂറത്തും ഓതല് സുന്നത്താണ്. കാരണം അതിലെന്തുണ്ട്? ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, എല്ലാ പ്രയാസത്തിനോടൊപ്പം എളുപ്പമുണ്ട്. ഇന്ന മഅൽ ഉസ്രി യുസ്റാ, എല്ലാ പ്രയാസത്തിനോടൊപ്പം എളുപ്പമുണ്ട് എന്നൊരു പറയുന്ന വാചകമുണ്ടല്ലോ. അപ്പൊ ഈ സൂറത്ത് ഓതല് സുന്നത്താണ്. അത് കഴിഞ്ഞാൽ അവൻ ദുആ ചെയ്ത് നിസ്കരിച്ചു, ദുആ ചെയ്ത് സൂറത്തൊക്കെ ഓതിക്കഴിഞ്ഞാൽ സുമ്മ യംലി ബഅദ ദാലിക ലിമാ യൻശറഹു ലഹു സദ്റുഹു, അവന്റെ മനസ്സിൽ എന്താണോ ഖൈറായി അവന് തോന്നുന്നത് ആ കാര്യത്തിലേക്ക് അവൻ കടക്കുക. വിവാഹത്തിന്റെ കാര്യമായാലും ബിസിനസിന്റെ കാര്യമായാലും ഈ ദുആ ചെയ്ത് കഴിയുമ്പോൾ അവന്റെ മനസ്സിൽ എന്തുണ്ടാവും? ഒരു തോന്നലുണ്ടാവും, പഠിച്ചവനെ ഇത് ഖൈറായിരിക്കുമെന്ന്. വലാ ശക്ക അന്നൽ ഖൈറ ഫീഹി, തീർച്ചയായും അതിൽ ഖൈർ ഉണ്ടാകുമെന്ന് ഒരു സംശയവും വേണ്ട. കാരണം അവൻ അല്ലാഹുവിനെ ഏൽപ്പിച്ചതാണ്, അവന്റെ സ്വയം തീരുമാനമല്ല. വഇൻ ലഹറ ലഹു മിന്നു ശർറുൻ, ഇനി ഇവൻ എന്തെങ്കിലും അതിലൊരു ഷർറുള്ളതായിട്ട് ഇവന് തോന്നി എന്ന് പറഞ്ഞാൽ, ഇവന്റെ മനസ്സിൽ വേണ്ട എന്നായിരുന്നു, പക്ഷെ നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ ഇത് വേണമെന്ന് തോന്നി, എങ്കിലും അവൻ എന്തെങ്കിലും ഒരു ഷർ ഉണ്ടാകുമോ എന്ന് അവന് മനസ്സിലായാലും ഫലാ ശക്ക അന്ന ഫീഹി ഖൈറ, അതിൽ ഖൈർ ഉണ്ടാകുമെന്ന് സംശയിക്കേണ്ട. കാരണം നമ്മൾക്ക് തോന്നുന്നതല്ലല്ലോ ഖൈർ, അല്ലാഹുവിന്റെ അടുക്കലാണ് ഖൈറും ഷറും. അതാ ഫഇന്നൽ ഖൈറ മാ ഹുവ ഇൻദല്ലാഹി ഖൈറുൻ ലാ മാ യദ്ഹറു ലിന്നാസി, ജനങ്ങൾക്ക് ഖൈറായി തോന്നുന്നതല്ല അല്ലാഹുവിന്റെ അടുക്കൽ ഖൈർ. അതല്ലേ ഇപ്പൊ വിവാഹ ജീവിതങ്ങളിൽ ഒരു വാപ്പയും ഒരു ഉമ്മയും മക്കളുടെ ജീവിതം നശിക്കാൻ വേണ്ടി എന്ത് ചെയ്യൂല? ഒരു വരന്റെ കയ്യിൽ പിടിച്ചു കൊടുക്കൂല. ഒരു പുരുഷനും അവന്റെ ജീവിതം ദുഃഖകരമാകാൻ വേണ്ടി ഒരു പെണ്ണിനെ വിവാഹം ചെയ്യൂല. പക്ഷേ പലതും പരാജയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ഖൈറായി തോന്നിയത് യഥാർത്ഥത്തിൽ അത് ഖൈറല്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെയൊക്കെ അള്ളാഹുവിനോട് ഖൈറിനെ തേടി ഇസ്തിഖാറ നിസ്കരിക്കണം. കാരണം എന്താ? വഅസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൻ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൻ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യമാണ്. അസാ അൻ തുഹിബ്ബു ശൈഅ അസാ അൻ തക്റഹു ശൈഅ, ചില കാര്യം നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, നിങ്ങൾക്ക് വേണ്ടെന്ന് വിചാരിക്കും, പക്ഷെ വഹുവ ഖൈറുൻ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറായിരിക്കും. വഅസാ അൻ തുഹിബ്ബു ശൈഅ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, നിങ്ങൾക്കത് വേണമെന്ന് ആഗ്രഹിക്കും, പക്ഷെ വഹുവ ശർറുൻ ലക്കും, അത് നിങ്ങൾക്ക് ശർറാണ്. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, അല്ലാഹു ആണെല്ലാം അറിയുന്നവൻ, നിങ്ങൾക്കറിയില്ല. അപ്പോ ഏത് കാര്യത്തിലും നമ്മൾ ഏതെങ്കിലും ഒരു നല്ല പോയിന്റ് കണ്ട് നല്ലൊരു വശം കണ്ടാൽ അത് ഖൈർ തന്നെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു ചാടലല്ല, മറിച്ച് നമ്മളുടെ കണ്ണിൽപ്പെടാത്ത പലതും അതിന്റെ ഉള്ളിലുണ്ടായിരിക്കാം. അതറിയുന്നവനാരാണ്?
അള്ളാഹുവാണ്. അപ്പൊ അവനിൽ ഏൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഇസ്തിഖാറ. ഒരു കാര്യത്തിലും ഇസ്തിഖാറത്ത് ഉപേക്ഷിക്കാതിരിക്കൽ ഒരു സത്യവിശ്വാസിക്ക് അത്യാവശ്യമാണ്. അതൊരു ഇബാദത്തിന്റെ കാര്യമാണെങ്കിൽ പോലും, ദുനിയാവിന്റെ നമുക്കൊരു കാര്യത്തിലുള്ള തീരുമാനത്തിൽ മാത്രമല്ല, ഒരു അള്ളാഹുവിനെ ചെയ്യുന്ന ഇബാദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? ഖൈറിനെ ചോദിക്കണം. കൽ ഹജ്ജി, പിന്നെ നമ്മൾ ഹജ്ജ് പോലെ, ഒരാളിന് ഹജ്ജ് പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പടച്ചവനെ, ഈ വർഷം ഞാൻ ഹജ്ജിന് പോകുന്നത് എനിക്കത് ഖൈറാണോ? അതുകൊണ്ട് എന്തൊക്കെ അല്ലെ, യാത്രയിൽ ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ, ഇവിടെ എന്ത് ചെയ്യാം? അവൻ ആ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് ഖൈറിനെ തേടുക. മാത്രമല്ല, മഹാനായ ബൈഹഖി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ സആദത്തി ബിനി ആദം, ആദം മക്കളുടെ ഭാഗ്യങ്ങളിൽ പെട്ടതാണ് ഇസ്തിഖാറത്തുല്ലാഹ്, അല്ലാഹുവിനോട് ഖൈറിനെ ചോദിക്കുക. വല്ലാഹു ബിമാ ഖലല്ലാഹു അലൈഹി, അല്ലാഹ് തീരുമാനിച്ചതിൽ തൃപ്തിപ്പെടുക. ഒരാളിന്റെ സൗഭാഗ്യമാണ് എന്ത്? ഒരു കാര്യം തീരുമാനിക്കുന്നതിന് അള്ളാഹുവിനെ ഖൈറിനെ തേടുക. അള്ളാഹ് ഒരു തീരുമാനിച്ച് അള്ളാഹ് കൊടുത്താൽ അതിൽ തൃപ്തിപ്പെടുകയും ചെയ്യുക. ആദമിന്റെ മക്കളുടെ ഭാഗ്യദോഷമാണ് തർക്കുഹു ഇസ്തിഖാറത്തല്ലാഹ്, അള്ളാഹുവിനോട് ഖൈറിനെ തേടുന്നതിനെ ഉപേക്ഷിക്കുക. ഒരു കാര്യം തീരുമാനിച്ച എടുത്തു ചാടി അങ്ങ് ചെയ്യുക. അവിടെ അള്ളാഹുവിനോട് ദുആ ചെയ്യാനോ ഈ 2 റക്അത്ത് നിസ്കരിക്കാനോ അവന് തോന്നിയില്ല. എന്നിട്ടോ അല്ലാഹു തആല വിധിച്ചതല്ലേ എന്ന് പറയുകയും ചെയ്യുക. അല്ലാഹു തആല വിധിക്കുന്നത് തന്നെ. പക്ഷെ അതിനു മുമ്പ് എന്ത് ചെയ്യണം? നമ്മൾ റബ്ബിനെ തന്നെ ആ കാര്യം ഏൽപ്പിക്കുകയും ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ ചെയ്ത് എല്ലാം കൂടെ ആക്കി വെച്ചിട്ട് അള്ളാഹുവിന്റെ വിധിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യല് വളരെ പ്രബലമായ ഒരു സുന്നത്താണ്. ഇവിടെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഇദസ്തഖാറൽ ഇൻസാനു റബ്ബഹു ഫീ ഷൈഇൻ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഒരു കാര്യത്തിൽ ഖൈറിനെ തേടിയാൽ ഫൽയഫ്അൽ മാ ബദാലഹു, അവൻ എന്താണോ തോന്നുന്നത് അവൻ ചെയ്തു കൊള്ളട്ടെ. സവാഉൻ ഇൻശറഹത് ലഹു നഫ്സുഹു അം ലാ, അത് മനസ്സിൽ അതുകൊണ്ട് അവന് സന്തോഷം ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, അതവന് തോന്നിയാൽ അവൻ ചെയ്യണം. കാരണം ഫഇന്ന ഫീഹിൽ ഖൈർ, തീർച്ചയായിട്ടും അതിൽ ഖൈർ ഉണ്ടായിരിക്കും. കാരണം ഇതുവരെയെങ്കിലും നമ്മളെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായിട്ടുണ്ടോ? അല്ലെ, എന്തെല്ലാം തീരുമാനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും അല്ലെ? നമ്മളെ വ്യക്തിപരമായ കാര്യത്തിൽ, തൊഴില്, കുടുംബപരമായ കാര്യം, വിവാഹപരമായ കാര്യം, ദീനിയായ കാര്യം, ഏതെടുത്താലും ഇൻഷാ അല്ലാഹ് നമുക്കൊക്കെ നടപ്പിലാക്കാൻ വളരെ എളുപ്പമായ, അള്ളാഹു നമുക്ക് സുന്നത്താക്കി തന്ന, അള്ളാഹുവിന്റെ സഹായം കിട്ടാൻ വേണ്ടി നമുക്ക് തന്ന ഒരു കാര്യമാണ് ഇത്. അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാന്മാർ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, അന്നഹു യുക്കർറിറുൽ ഇസ്തിഖാറത ബിസ്സലാത്തിഹാ, ഈ ഇസ്തിഖാറ നിസ്കാരം അവനെ ആവർത്തിക്കൽ നല്ലതാണ്. വദുആഹ, അതിന്റെ ദുആയും അവനെ ആവർത്തിക്കൽ നല്ലതാണ്. കാരണം അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇദാ ഹമംത ബിഅംരിൻ, അനസേ, നീ ഏതെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഫസ്തഗ്ഫിർ റബ്ബക ഫീഹി 7 മററാത്ത്, 7 പ്രാവശ്യം നീ അതിൽ അല്ലാഹുവിനോട് ഖൈറിനെ തേടിക്കോ. പിന്നെ നിന്റെ ഖൽബിലേക്ക് കടന്നു വരുന്നത് എന്താണോ അതിലേക്ക് നീ ചെയ്തു കൊള്ളുക. അതിൽ ഖൈറുണ്ടാകും. അപ്പോ ഒരാളിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 7 പ്രാവശ്യം വരെ ഇസ്തിഖാറത്തിന്, ഒരു പ്രാവശ്യം ചെയ്ത് അവന്റെ മനസ്സിന് റാഹത്ത് വരുന്നില്ല, ഏതാണ് നല്ലത്, ഏതാണ് ചെയ്തതെന്ന്, വേണോ വേണ്ടതെന്ന്, അപ്പൊ വീണ്ടും എന്ത് ചെയ്യാം? ആവർത്തിക്കുക, വീണ്ടും വീണ്ടും. അങ്ങനെ എത്ര പ്രാവശ്യം വരെ? 7 പ്രാവശ്യം വരെ ഇത് ആവർത്തിക്കുന്നതാണ്. ഇതാണ് ഇസ്തിഖാറത്ത് നിസ്കാരം. പിന്നെ സുന്നത്തായ നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ. അങ്ങനെ നിസ്കാരമുണ്ട്. തഹിയ്യത്ത് നമ്മൾ പറഞ്ഞല്ലേ? പറഞ്ഞു. പിന്നെന്താണ് സ്വലാത്തുൽ അവ്വാബീൻ? കേട്ടിട്ടുണ്ടോ? സ്വലാത്തുൽ അവ്വാബീൻ വഹിയ 20 റക്അത്തൻ ബൈനൽ മഗ്രിബി വൽ ഇശാ, മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയില് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമാണ് അവ്വാബീൻ, സ്വലാത്തുൽ അവ്വാബീൻ. 20 റക്അത്താണെന്ന് അഭിപ്രായമുണ്ട്. വറുവിയത്ത് സിത്തൻ വ അർബഅൻ റക്അത്തൈനി, 6 ആണെന്നും 4 ആണെന്നും 2 ആണെന്നൊക്കെ അഭിപ്രായമുണ്ട്. ഞങ്ങളിങ്ങനെ അറബിക് കോളേജിൽ പഠിക്കുന്ന സമയത്ത്
ഞങ്ങൾക്ക് ഈ നിസ്കാരം ടൈം ടേബിളിൽ ഉണ്ടായിരുന്നതാണ്. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യണം? മഗ്‌രിബിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് 6 റക്അത്ത് 20 6 റക്അത്ത് അവ്വാബി നിസ്കരിക്കണം. ഒരുപാട് മഹത്വങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. മഗ്‌രിബിന്റെ നിസ്കാരവും സുന്നത്ത് നിസ്കാരവും ദിക്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മഹത്വങ്ങളൊക്കെ അതിലുണ്ടെന്നാണ്. ശരി. പിന്നെയുള്ളത് സ്വലാത്തു തസ്ബീഹ്. തസ്ബീഹ് നിസ്കാരം നമ്മൾ സാധാരണ നിസ്കരിക്കുന്നതാണ് അല്ലേ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്ത് ചെയ്ത നിസ്കാരമാണ് ഇനിസ്തതഅത അൻ തുസല്ലിഹാ കുല്ല യൗമിൻ മറത്തൻ. നിനക്ക് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം തസ്ബീഹ് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ നീ അങ്ങനെ ചെയ്യണം. വഇല്ലാ ഫഫീ കുല്ലി ജുംഅത്തിൻ മറത്തൻ. അതിന് കഴിഞ്ഞെങ്കിൽ ഓരോ വെള്ളിയാഴ്ചയും നീ ഒരു പ്രാവശ്യം ചെയ്യണം. ഫഇല്ലം തഫഅൽ ഫഫീ കുല്ലി ശഹ്രിൻ മറത്തൻ. ഒരാഴ്ചയിൽ ഒരിക്കലും നിനക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കൽ. ഫഇല്ലം തഫഅൽ ഫഫീ കുല്ലി സനത്തിൻ മറ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും പ്രവർത്തിക്കണേ. ഫഇല്ലം തഫഅൽ ഫഫിൽ ഉംരി മറ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആയുസ്സിൽ ഒരിക്കലെങ്കിലും ഈ നിസ്കാരം നിർവഹിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് വസിയ്യത്ത് ചെയ്ത നിസ്കാരമാണ് തസ്ബീഹ്. നമ്മൾ സാധാരണ ഒറ്റ രാവിലേക്ക് എന്തേറുണ്ട് ഇവിടെ നമ്മൾ നിസ്കരിക്കാറുണ്ട്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിച്ചുകൊണ്ട് 27 രാവിലെ നിസ്കാരമുണ്ട്. 4 റക്അത്താണ്. നമുക്കത് അറിയാമല്ലോ. 4 റക്അത്ത്, 2 റക്അത്ത് വീതം. ഓരോ റക്അത്തിലും 75 തസ്ബീഹ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം എന്ന് പറയുകയും ചെയ്യാം, ഉപേക്ഷിക്കുകയും ചെയ്യാം. അത് പറഞ്ഞാൽ ഫഹുവ ഹസനുൻ, അത് നല്ലതാണെന്ന് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തസ്ബീഹ് നിസ്കാരത്തിന്റെ നിയ്യത്ത് നമുക്കറിയാം. തസ്ബീഹിന്റെ 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. അതിനുശേഷം നമ്മൾ വജ്ഹത്ത് ഓതിയതിനു ശേഷം എന്ത് ചെയ്യും? ഫാത്തിഹയും സൂറത്ത് ഓതിയിട്ട് 15 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലും. അവിടെ മാത്രമാണ് 15, ബാക്കിയല്ല 10. ഇവിടെ നമ്മള് ആദ്യത്തെ റക്അത്ത് കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യും? 10 ചൊല്ലും. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുത്തത്തിൽ ഇരുന്നിട്ട് 10 പ്രാവശ്യം ചൊല്ലിയിട്ട് പിന്നെ എഴുന്നേറ്റ് വീണ്ടും രണ്ടാമത്തെ റക്അത്തിൽ വരിക. അവിടെ തക്ബീർ ചെല്ലണ്ട. ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണ്ട? സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ തക്ബീർ ചെല്ലുക. പിന്നെ തസ്ബീഹ് കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വരുമ്പോഴേക്കും തക്ബീർ ചെല്ലണ്ട. ഇവിടെ ഈ തസ്ബീഹ് വേണമെങ്കിൽ നമുക്ക് ഫാത്തിഹയ്ക്ക് മുമ്പ് എന്ത് ചെയ്യാം? ഇത് ചെല്ലാം നമുക്ക്. അപ്പൊ ഇവിടെ ഒഴിവാക്കാം. അതുപോലെ അല്ല, ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിലാണെങ്കിൽ ഇങ്ങനെ ചെല്ലാം. അവസാനം അത്തഹിയാത്തിന് രണ്ടാമത്തെ റക്അത്തിൽ ഇസ്തിറാഹത്തിന്റെ ഇരുത്തമില്ലല്ലോ, അവിടെ എപ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്? അത്തഹിയാത്തിന് മുമ്പ് ചെല്ലും. ഇനി ഒരാള് റുക്കൂഇൽ പറയാനുള്ളത് മറന്നുപോയി. അപ്പൊ നൃത്തത്തിൽ 15 പ്രാവശ്യം ഇത് ചെല്ലണം. സാധാരണഗതിയിൽ നിസ്കരിക്കാത്ത ആയതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകാം. അപ്പൊ നമ്മൾ റുക്കൂഇൽ ചെന്നിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 15ഉം ആ 10ഉം കൂടി പൂർത്തിയാക്കാം. എന്നാൽ ഒരാൾ റുക്കൂഇൽ ചെല്ലാനുള്ള മറന്നുപോയി, സമി അല്ലാഹു ലിമൻ ഹമീദ, ഇഅ്തിദാലിലാണ് ഓർമ്മിച്ചത്. എന്നാലോ ആ ഇഅ്തിദാലിൽ 10 ചൊല്ലിയാൽ മതി. ഏത് റുക്കൂഇൽ വിട്ടുപോയത് എന്ത് ചെയ്യണ്ട? ഇഅ്തിദാലിൽ ചെല്ലണം. കാരണം ഇഅ്തിദാലും 2 സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തവും ചെറിയ ഫർളുകളാണ്. അതെന്ത് ചെയ്യരുത്? മറ്റുള്ളതിനേക്കാൾ ദീർഘിപ്പിക്കാൻ പാടില്ല. അപ്പോ എന്ത് ചെയ്യുക? റുക്കൂഇൽ മറന്നുപോയത് ഇഅ്തിദാലിൽ വീണ്ടെടുക്കണ്ട, മറിച്ച് സുജൂദിൽ എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. സുജൂദിൽ മറന്നുപോയാണെങ്കിൽ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ അത് വീണ്ടെടുക്കണ്ട. എന്ത് ചെയ്താൽ മതി? അടുത്ത സുജൂദിൽ, അഥവാ മുമ്പുള്ളത് വിട്ടുപോയാൽ ശേഷമുള്ള ഇടത്ത് നമുക്ക് വീണ്ടെടുക്കാം. പക്ഷെ അത് ഇഅ്തിദാലിലും സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ എന്ത് ചെയ്യരുത്? വീണ്ടെടുക്കരുത്. അതാണ് നമ്മൾ ആ തസ്ബീഹ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. അത്യാവശ്യം നമ്മൾ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഇനി എന്തുണ്ട്? ജമാഅത്ത് സുന്നത്തുള്ള, അഥവാ ജമാഅത്തായിട്ട് നിസ്കരിക്കേണ്ട സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു തൗഫീഖ്